ഓഫീസ് ഒരുക്കുന്ന ദ ക്രൗൺ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ നിത്യുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. ഈ പാട്ടിൽ പരാമർശിക്കുന്നത് പോലെ തന്നെ ദൈവത്തോട് അടുപ്പിച്ച ജീവിതാനുഭവങ്ങളും നല്ല ശിഷ്യനാക്കിയ സാഹചര്യങ്ങളും നമ്മളുമായി പങ്കുവെക്കുന്നതിനായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ബ്ലെസൻ മേമനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബ്ലെസനച്ചാ, we welcome you to the crown. Thank you so much, Shibu and Neetu. Thank you. അച്ഛൻ സൗഖ്യമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഫാമിലി, ഐ ഹോപ്പ് എവ്രി വൺ ഇസ് സേഫ് ആൻഡ് ഡൂയിങ് വെൽ. ബൈ ഗോഡ്സ് ഗ്രേസ്, കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ ക്ഷേമമായിരിക്കുന്നു. താങ്ക് യു. നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഒരു സുവിശേഷ കുടുംബത്തിൽ ജനിച്ചു, 6 മക്കളുടെ ഇളയവനായി വളർന്നു. പലരുടെയും 6 മക്കളുടെ ഇളയവനാകുമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും അതിനോടൊപ്പം തന്നെ ശാസനയും ഒക്കെ ലഭിച്ച് വളർന്ന ആ ഒരു ബാല്യം, അതുപോലെ സ്കൂൾ ജീവിതം, കോളേജ് ലൈഫ്, കൗമാരം ഒന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? മാതാപിതാക്കളുടെ മിനിസ്ട്രി താങ്കളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, അതും ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ഈ നല്ല സമയം തന്നതിന് ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒത്തിരി കൊച്ചു കൂട്ടുകാരൊക്കെ നമ്മളെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ നമുക്ക് അധികം ബോറടിപ്പിക്കേണ്ട ഒരു പാട്ടൊക്കെ പാടി തുടങ്ങാം. ഇപ്പോൾ പ്രിയ ഷിബുവും നീത്തും പാടിയ സോങ് തന്നെ ഒന്ന് പാടി ആരംഭിക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സെല്ലാം ഒന്ന് തുറന്ന് ദൈവസാന്നിധ്യത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുമ്പോൾ തന്നെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വളരെ ഒരു കംഫർട്ടാണ്. മനസ്സ് തുറന്ന് കർത്താവിന് നമുക്ക് നന്ദി പറയാം. എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയാം. ഞാൻ ഷെയർ ചെയ്യുന്ന അനുഭവത്തെക്കാളും ഇതിൻ്റെ ഏറ്റവും ഉത്തമമായ അനുഭവങ്ങൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, ഓൺലൈനിൽ കാണുന്നുണ്ട്. നമുക്കെല്ലാവർക്കും കർത്താവിന് നന്ദി പറയാം. നമ്മൾ ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾക്കും നന്ദി പറയാം, നമ്മൾ ഇഷ്ടപ്പെട്ട അനുഭവങ്ങൾക്കും നന്ദി പറയാം. കാരണം അതെല്ലാം നമ്മെ നിത്യതയോട് അടുപ്പിക്കുന്ന നല്ല അനുഭവങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് നന്ദി പറയാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി താഴ്വര മുള്ളുകൾ പനിനീർ പൂവോ ശോധന ചൂളയൻ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും
നാഥ നന്ദി, നിന്റെ മുഖം കാണുക അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിൻ നാഥ നന്ദി, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വര മുള്ളുകൾ പനിനീർപ്പൂവോ, ശോധന ചൂളയ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി. അവിടുത്തെ സാന്നിധ്യം കൂടുള്ളത് തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾക്കൊക്കെ ഏറ്റവും മിഴിവേകുന്നത്, ഏറ്റവും മധുരമാക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിന്ന് പറയാനും പാടാനും ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. യേശു ലൈഫിലുണ്ടായി എന്ന് തന്നെയാണ് ഏറ്റവും വലിയ അനുഭവം. നിങ്ങൾ ചോദിച്ച ചോദ്യമൊക്കെ ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ബാല്യം, ഞാൻ ജനിച്ച് വളർന്നത് പാസനേജിലാണ്. എൻ്റെ പപ്പായും മമ്മിയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, പപ്പ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. പപ്പ ഏകദേശം ഒരു 48 ഇയേഴ്സോളം മിനിസ്ട്രി ചെയ്തു. പപ്പ മണക്കാലെ ശുശ്രൂഷിക്കുമ്പോഴാണ് ഞാൻ അടൂരിനടുത്താണ് ജനിച്ചത്. എനിക്ക് ഷിബു ബ്രദർ പറഞ്ഞ പോലെ 5 സിബ്ലിങ്സ് ഉണ്ട്. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. കർത്താവിൻ്റെ വലിയ കൃപ ബാല്യത്തിലും കൗമാരത്തിലും എല്ലാം അനുഭവിച്ചു. നിശ്ചയമായിട്ടും പപ്പയുടെയും മമ്മിയുടെയും മിനിസ്ട്രി ലൈഫ് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് എൽഡേഴ്സിലൂടെയും എനിക്ക് എൻ്റെ സിബ്ലിങ്സിലും നിന്നും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഏറ്റവും ബ്ലെസ്സിങ് ആക്കി തീർത്തിട്ടുണ്ട്. പാസനേജ് ലൈഫിനെ പറ്റി ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർ ഇതിൻ്റെ നടുവിലും കാണും. പക്ഷെ ഞാൻ കൃപയാൽ പറയാം, കർത്താവിൻ്റെ കരുതൽ ഒത്തിരി അനുഭവിച്ചു, കർത്താവിൻ്റെ വിശ്വസ്തത ഒത്തിരി അനുഭവിച്ചു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും പറയാൻ പറ്റും, കർത്താവിൻ്റെ നീതി, മാതാപിതാക്കളോടുള്ള ദൈവത്തിൻ്റെ നീതി. എന്നെ ഇപ്പോൾ ഒത്തിരി മാതാപിതാക്കൾ കേൾക്കുന്നുണ്ട്, കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന പേരൻസ് കേൾക്കുന്നുണ്ട്. മേ ബി പാസ്റ്റേഴ്സ് ആയിരിക്കാം, വർഷിപ്പേഴ്സ് ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം. ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുക, പേരൻസ് സ്ട്രഗിൾ ചെയ്തതിൻ്റെയൊക്കെ ഫലം കൂടുതലും നീതി അനുഭവിക്കുന്നത് മക്കളായിരിക്കും. ഇപ്പം അങ്ങനത്തെ മക്കൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് നിശ്ചയമായിട്ട് രാമേൻ പറഞ്ഞു, പരിഭവമൊന്നും വേണ്ട, നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളുടെ ലൈഫിൽ അത് പ്രൂവ് ചെയ്യും. അതിനൊരു ടെസ്റ്റിമണിയാണ് ഞാൻ. താങ്ക് യു. അതാണ് എൻ്റെ ബാല്യം. താങ്ക് യു. ഫോർ ദ ലോസ്റ്റ് എന്ന ആൽബം 2010-2011 കാലയളവിലാണെന്ന് തോന്നുന്നു അത് റിലീസ് ചെയ്തത്. അത് വളരെയേറെ ബ്ലെസ്സിങ് ആണ് എല്ലാവർക്കും. ഞങ്ങളൊക്കെ അത് ഒത്തിരി കേൾക്കാറുണ്ട്. അതിലെ തന്നെ എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു എന്ന ഗാനം ഒത്തിരി ഹൃദയസ്പർശിയാണ്. ആ ഗാനം ആരാധനയ്ക്കൊക്കെ പാടുമ്പോൾ ഒത്തിരി പേര് കണ്ണു നിറഞ്ഞ് അവർ ദൈവത്തോട് അവരുടെ ഹൃദയം പങ്കുവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ആ അനുഭവം എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. ഈ ഗാനങ്ങളൊക്കെ ഒരു ബഞ്ച് ഓഫ് സോങ് ആണ്. ഒരു മേ ബി ഒരു 10-12 സോങ്സിലാണ് അച്ചായന ഫോർ ദ ലോസ്റ്റ് എന്ന ആൽബം ഇറക്കുകയും അത് അതിൻ്റെ അത് ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചവും ആൻഡ് എവ്രിതിങ് വാസ് ഹാർട്ട് ടച്ചിങ്. അപ്പോൾ ഈ ഗാനങ്ങളൊക്കെ എഴുതുവാനുണ്ടായ സാഹചര്യം, പല സാഹചര്യങ്ങളുണ്ടായിരിക്കും എങ്കിലും അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു സാഹചര്യം എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ അച്ചായന? തീർച്ചയായിട്ടും ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു സമ്മറൈസ് ചെയ്ത് ഞാൻ പറയാം, ദൈവത്തിൻ്റെ കൃപ അത്രമാത്രമേ ഉള്ളൂ. കാരണം ഗോഡ്സ് ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞ സോങ് റൈറ്റിങ്ങിലേക്കൊക്കെ കടന്നു വരുന്നത്. ഞാനൊരു ട്രെയിൻഡ് മ്യൂസീഷ്യനൊന്നുമല്ല. എന്നെ ഇപ്പോൾ കേൾക്കുന്ന മക്കളുമാർ, ദൈവം നിങ്ങൾക്ക് തന്ന ടാലൻറ്റിൽ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് മിസ് ചെയ്യരുത്. എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി അധികം കിട്ടിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതോടൊപ്പം കർത്താവിൻ്റെ കൃപ നമുക്ക് വേണം. കർത്താവിൻ്റെ കൃപയും അവിടുത്തെ അഭിഷേകവും നമ്മിൽ തരുമ്പോൾ നിശ്ചയമായിട്ടും ഈ ബാല്യത്തിൽ
എൻ്റെ ഹൈസ്കൂൾ ടൈമിലാണ് ഒരു ആത്മനിറവിൻ്റെ അനുഭവം എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നത്. അന്ന് തൊട്ടേ ഈ റൈറ്റിംഗ്, അതുപോലെ ഈ ടാലൻറ്റ് ടെസ്റ്റ്, ബാലലോകം, ഗുഡ് ന്യൂസിൻ്റെ ബാലലോകം, സൺഡേ സ്കൂൾ, PYP, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ആളുകൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത് അഭിഷേകം കർത്താവ് ചെയ്തതിന് ശേഷമാണ്. പക്ഷേ ഈ പറഞ്ഞ ഫോർ ദ ലോസ്റ്റ്, അതായത് ഒരു മിനിസ്ട്രി ആയിട്ട്, ഒരു ശുശ്രൂഷയായിട്ടൊക്കെ സോങ് റൈറ്റിങ്ങിലേക്ക് വരുന്നത് ഒരു എൻകൗണ്ടർ എൻ്റെ ലൈഫിൽ സംഭവിച്ചു. എസ്പെഷ്യലി എൻ്റെ കോളേജ് ലൈഫിൻ്റെ ഫൈനൽ ഇയർ ടൈമിലാണ് പപ്പ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത്. അതുപോലെ കുറച്ച് അത്ര കംഫർട്ടബിൾ അല്ലാത്ത കുറേ ഒരു സീസൺ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. എനിക്ക് നിശ്ചയമായിട്ടും പറയാൻ പറ്റും, കർത്താവ് എനിക്ക് അധികം ആവശ്യമാണെന്നൊരു നീഡ് ഹൃദയത്തിൽ അധികം തോന്നി. നമ്മുടെ മക്കളുമാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥനയെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കടുകുമണിയുടെ പ്രയാസം പോലും മക്കൾക്കുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന അമ്മയാണ്. രാവും പകലും അധ്വാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മക്കളുമാർ അതുപോലത്തെ ഒരു കംഫർട്ട് സോൺ അവർക്കുണ്ട്. ഒന്ന് കണ്ണ് നിറഞ്ഞാൽ തന്നെ അമ്മയും കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ ദൈവം നമ്മളെ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഓപ്പർച്യൂണിറ്റി ഫോർ എൻകൗണ്ടർ വിത്ത് ഗോഡ്. കർത്താവുമായിട്ടൊരു കണ്ടുമുട്ടൽ. നമ്മുടെ ആ പ്രാർത്ഥിച്ച് ശീലിച്ചതും മനപ്പാഠം പഠിച്ചതിനൊക്കെ അപ്പുറമായിട്ട് റിയലി എനിക്ക് കർത്താവിൻ്റെ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിച്ചൊരു സമയം എൻ്റെ ലൈഫിൽ ദൈവം തന്നു. ഭാഗ്യവശാൽ ഞാൻ എത്തിയതൊരു പ്രയറിനകത്താണ്. അപ്പോൾ അത് എൻ്റെ ലൈഫിലൊരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയ പ്രയറിനകത്തൊരു ദൈവശബ്ദം എന്നെ തേടി വന്നു. അത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ നന്നായി അറിയുന്ന ദൈവമാണ് എന്നുള്ളൊരു ആ വേർഡാണ് എന്നെ തൊട്ടത്. എന്നെ നന്നായി അറിയുന്നവൻ, ഹീ നോസ് മീ ഇൻസൈഡ് ഔട്ട്. അപ്പോൾ തന്നെ പറഞ്ഞ ഭാരമെല്ലാം ഇറക്കി വെക്കുന്ന പോലെ, ചുമലിൽ നിന്ന് ചുമട് മാറിയതുപോലെ കഥാ ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രീ ആക്കി. ഞാൻ ഈ ടെസ്റ്റിമണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ മീഡിയയിലൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ പ്രസൻസിൽ ഭയങ്കര ഫ്രീഡമാണ്. ലിറ്ററലി മക്കളുമാർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. വാട്ട് എവർ ബർഡൻ യു ആർ ക്യാരിങ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോ വിൽ ലിഫ്റ്റ് യു ആൻഡ് ഹെൽപ്പ് യു ടു ഹാവ് എ ഗ്രേറ്റ് ബ്രേക്ക് ത്രൂ ഇൻ യുവർ ലൈഫ്. അതിങ്ങനെ പൊട്ടിപ്പോകുന്ന പോലെ, മാറിപ്പോകുന്ന പോലൊക്കെ ലിറ്ററലി ഫീൽ ചെയ്തപ്പോൾ ഞാൻ മനസ്സും ശരീരവും ആത്മാവിലൊക്കെ ഫ്രീ ആയി. അതുവരെ നമ്മളോട് കൈയടിച്ച് പാട്ടുപാടിക്കേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന പറച്ചിലല്ല, അതിനപ്പുറം നമ്മൾ തന്നെ വർഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു വർഷിപ്പ് എൻകൗണ്ടറാണ് അന്ന് നടന്നത് ഞാൻ വിശ്വസിക്കുക. അതിൻ്റെ ഒരു റെസ്പോൺസീവായിട്ടാണ് ഈ എൻ്റെ ഭാരവും. അന്നൊരു ഡെഡിക്കേറ്റ് ചെയ്ത ടൈമാണ് ഈ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. അതൊരു അല്പം മുമ്പ് പറഞ്ഞ പോലെ ഒരു സീസണിൽ ദൈവം നമ്മളോട് കുറേ കാര്യങ്ങൾ മിണ്ടും. അപ്പോൾ അതുപോലെ സോങ്സ് ഒരു ടൈമിൽ ഇങ്ങനെ ദൈവം തരും. അപ്പം ഞാൻ അത് തന്ന സമയത്തും ഞാനന്ന് മിനിസ്ട്രിയെ പറ്റി അത്ര ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. ഞാൻ എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം, പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഈ തന്ന സോങ്സ് എസ്പെഷ്യലി എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും നോൺ ബിലീവേഴ്സാണ്. അപ്പം ഞാനത് ശരിക്കും പറഞ്ഞാൽ നോൺ ബിലീവേഴ്സിനെ റീച്ച് ചെയ്യാൻ, ഫോർ ദ ലോസ്റ്റ് എന്ന തീം പോലും എൻ്റെ ആ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയതാണ്. ചർച്ചിൽ പാടാനോ ചർച്ചിൽ വർഷിപ്പ് മിനിസ്ട്രി ചെയ്യണമെന്നോ ഒന്നും ആഗ്രഹിച്ചല്ല അന്ന് ആ സോങ്സ് വരുന്നത്. ആ ഒരു സീരീസിലെ സോങ്സ് എല്ലാം ഒരല്പം നമ്മുടെ ഭാഷ പറഞ്ഞ പരീക്ഷണങ്ങളാണ് കൂടുതൽ. എങ്ങനെയെങ്കിലും ഈ ഗോസ്പലൊന്ന് അവരിൽ എത്തിക്കാനുള്ള പല ജോണേഴ്സൊക്കെ ഇങ്ങനെ ദൈവം തന്നു, പല സോങ്സ്. അത് എല്ലാം വർഷിപ്പ് സോങ്സ് ഒന്നും അല്ല, പക്ഷെ കൂടുതലും ഗോസ്പലായിരുന്നു, ഫോർ ദ ലോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിലൊരു സോങ്ങാണ് ഈ എൻ്റെ ഭാരം ചുമക്കുന്നവൻ. കർത്താവിൻ്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ആ ടൈമിൽ എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു, എസ്പെഷ്യലി ബ്രദേഴ്സ്. അതുപോലെ ഇതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തൊരു നോബിൾ അച്ചാനുണ്ട്, ബ്രദർ ആർ നോബിൾ, സ്റ്റുഡിയോ PH7 ട്രിവാൻഡ്രത്തുള്ളത്. അതുപോലെ ഒത്തിരി പേര് ദൈവം കണക്ട് ചെയ്തു. അതായിരുന്നു കർത്താവിൻ്റെ ഒരു പ്ലാനായിരുന്നു. ഒരു ഓവർ 3 years വർക്ക് ചെയ്തിട്ടാണ് ആ ആൽബം ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ ടൈമിൽ അത് പബ്ലിഷ് ചെയ്യാൻ ദൈവം കൃപ വന്നു. നിങ്ങളത് എന്നെ റിമൈൻഡ് ചെയ്തതുകൊണ്ട് ആ സോങ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി പാടാം. ആദ്യം പറഞ്ഞതുപോലെ മോർ ദാൻ എ ടോക്ക്, മോർ ദാൻ എൻ ഇൻ്റർവ്യൂ, ലെറ്റ്സ് ഓൾ ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് വർഷിപ്പ്. ആരാധനയോടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും
യേശു മതി. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. യേശു സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, എൻ്റെ സ്നേഹിതൻ. അപ്പാ യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഈ സമയം ഒത്തിരി വേദനയിലൂടെ പോകുന്ന ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടണ്ട. ഒറ്റയ്ക്കായാലും യേശു കൈവിടുകയില്ല. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. മനസ്സ് തുറന്നു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശുവേ, യേശു എൻ്റെ സ്നേഹിതൻ, എൻ്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. യേശു എൻ്റെ പ്രാണപ്രിയൻ, എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും എൻ്റെ യേശു മാത്രം മതി. Thank you, Lord. It was really a blessing. എൻ്റെ അച്ഛൻ ഇങ്ങനെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു ചിന്തയാണ്. ഈവൻ ദോ യുവർ ഡാഡ്, അച്ഛൻ്റെ പിതാവ് അച്ഛൻ്റെ സാന്നിധ്യം കൂടെ ഇല്ലായിരുന്നെങ്കിലും യു ഫൗണ്ട് യുവർ ഇറ്റേണൽ ഫാദർ. യുനോ നമ്മൾ ബൈബിളിന് പഠിച്ച യേശു ക്രിസ്തുവിനെക്കാട്ടിലും നമ്മൾ അനുഭവിച്ചറിയുന്ന യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും ഹി സ്റ്റാർട്ട് ലിവിങ് വിത്ത് യു, അത് എനിക്ക് മനസ്സിലാകാൻ ഞങ്ങൾക്കിടയായി. അടുത്തതായി ഒരു റിസർച്ച് ഫെല്ലോ ആയിരുന്ന സമയത്താണ് താങ്കൾ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിയത്. അതിനുണ്ടായ ആ സാഹചര്യം അല്ലെ അതിൻ്റെ ഇൻസ്പിറേഷൻ എന്താണെന്നൊന്ന് ഞങ്ങളുമായി ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്പം മുമ്പ് പറഞ്ഞ ആ വേർഡ് ലൈഫിൽ ശരിക്കും കർത്താവ് പിതാവായി, എറ്റേണൽ ഫാദറായി, നിത്യപിതാവായി നമ്മുടെ കൂടെ ഉള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ വിശ്വസിക്കുന്ന ഒരു മതത്തിനപ്പുറം, ഒരു ഡിനോമിനേഷനപ്പുറം നമുക്കെല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കോമൺ ടൈറ്റിലാണ് ദൈവമക്കൾ. ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്.
കൃപയാൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും അങ്ങനെ ഒരു മൈൻഡും ഉള്ള എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളെ ഡിവൈഡ് ചെയ്യുന്ന ഒത്തിരി വാൾസ് ഉണ്ട്, പക്ഷേ അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മളെല്ലാം ദൈവമക്കളാണ്. അവിടുന്ന് നമ്മുടെ അപ്പയായി പിതാവായി കൂടുണ്ട്. അങ്ങനെ ഒരു ബന്ധമാണ് നമ്മുടെ ലൈഫിൽ കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ സ്വർഗീയ പിതാവിൻ്റെ ഗൈഡൻസ് തന്നെയാണ് ശുശ്രൂഷയിൽ ഇത്രയൊന്ന് അവൈലബിൾ ആകാൻ കർത്താവ് കൃപ വന്നത്. ഒരിക്കലും ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ മിനിസ്ട്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആഗ്രഹിച്ചോ ഒന്നുമല്ല ഈ സോങ് റൈറ്റിങ്ങിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ആ ഫസ്റ്റ് ആൽബം പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ഡെൻറ്റിസ്ട്രി ചെയ്ത് നേരെ നോൺ ക്ലിനിക്കൽ സൈഡിലേക്കാണ് പോയത്. എൻ്റെ ഹൃദയത്തിൽ എവിടെയോ കർത്താവിന് വേണ്ടി കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആവാൻ ടൈം കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. ഞാൻ വെല്ലൂർ CMCയിൽ ബൈ ഗോഡ്സ് ക്രേസ് MPH കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ കുറച്ച് നാൾ ഒരു റിസർച്ച് ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് അതിന് ശേഷം ICMRൻ്റെ ഒരു ഫെലോഷിപ്പ് കിട്ടി. ഞാൻ വെല്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ടൈമിലാണ് എൻ്റെ വെഡ്ഡിങ്. അങ്ങനെ ആ ലൈഫിൻ്റെ ആ ഒരു സ്റ്റേജിൽ വൺസ് ഇൻ എ വൈൽ വല്ലപ്പോഴും ഒരു മീറ്റിംഗ്, ഒരു യൂത്ത് ക്യാമ്പ്, അത് അവധിക്ക് നാട്ടിൽ വരുമ്പോഴോ വൺസ് എ ഇയർ ഒക്കെ ഇങ്ങനെ അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ 2015 ആയപ്പോഴാണ് കർത്താവ് ഇങ്ങനെ ഒരു നീഡ്, കർത്താവിനൊന്ന് അവൈലബിൾ ആവാൻ ഒരു അസൈൻമെൻറ്റ് പോലെ എന്നെ ഭരമേൽപ്പിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. നമുക്കെല്ലാവർക്കും വിഷനുണ്ട്. വിഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്ലാനാണ്. പക്ഷേ അസൈൻമെൻ്റ് എന്നുള്ള വേർഡ് ഞാൻ ഉദ്ദേശിച്ചത് മേ ബി ഫോർ എ ടൈം ഓഫ് 3 years or 7 years. കർത്താവ് ചില കാര്യങ്ങൾ നമ്മളെ പ്രത്യേകം ഏൽപ്പിക്കും. ചില വേക്കൻസി കർത്താവിന് ഫില്ല് ചെയ്യാനുണ്ട്. ചില ഇടങ്ങളിൽ നമ്മൾ പോയി നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒന്ന് അവൈലബിൾ ആകാൻ പറ്റുന്നത് കർത്താവിൻ്റെ വലിയ കൃപയാണ്. ഞാനും അങ്ങനെ ഒരു PhD ഡ്രോപ്പ് ഔട്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കർത്താവ് ഇങ്ങനെ എൻഗേജ് ചെയ്യുന്ന പോലെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷെ കർത്താവ് കൺവിൻസ് ചെയ്തു. കർത്താവിൻ്റെ ഗൈഡൻസ് കംപ്ലീറ്റ് ആണ്, കറക്റ്റാണെന്ന് നമ്മുടെ ലൈഫിൽ കർത്താവ് കൺവിൻസ് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്കൊരു ഡിസിഷൻ എടുക്കുമല്ല, കർത്താവ് നമ്മളെ കൺവിൻസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തു. ഈ ദിവസങ്ങളിൽ ഞാനിതെല്ലാം ഇങ്ങനെ റിവൈൻഡ് ചെയ്യുന്നൊരു ടൈം കൂടാണ്. പ്രത്യേകിച്ച് 1 year നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിലൊക്കെ നമ്മളും നമ്മുടെ ലൈഫിനെ ഇതുപോലൊക്കെ ഒന്ന് അസസ് ചെയ്യുന്ന നല്ലതാണ്. നമ്മളെ ദൈവം ഏൽപ്പിച്ച അസൈൻമെൻറ്റിൽ എത്രത്തോളം ആയി എന്നുള്ളത് ഞാൻ ഈ ഒരു ടൈമിൽ ഞാനിങ്ങനെ വെൻ ഐ ലുക്ക് ബാക്ക് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും പറയും ജോലി വിട്ടു. ഇപ്പോൾ തന്നെ നമ്മൾ ഒരാളെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പലതും വിട്ടു, കളഞ്ഞു, അങ്ങനെയൊക്കെയുള്ള വേർഡാണ്. നോ നോ നോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. നമ്മളൊന്നും കളയുമല്ല, നമ്മളെല്ലാം നേടുവാണ്. ഇതുപോലൊരു നേട്ടം, ഇതുപോലൊരു ഭാഗ്യം വേറെ ഒന്നുമില്ല. നമുക്ക് നന്ദിയല്ലാതെ കർത്താവിന് ഒന്നും കൊടുക്കാനില്ല. നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തതും അവിടുത്തെ രക്ഷയുടെ അനുഭവം തന്നതും അവിടുത്തെ ശുശ്രൂഷയുടെ അനുഭവം തരുന്നതും, മക്കളെ ഇതുപോലൊരു ഭാഗ്യം വേറെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് പക്ഷേ എന്നാ പിക്ചർ നിങ്ങളുടെ മൈൻഡിലുള്ളതെന്ന് അറിയത്തില്ല. പക്ഷേ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന പോലുള്ളൊരു പ്രിവിലേജ് വേറെ ഇല്ല. പക്ഷേ കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി അനോയിൻറ്റ് ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നവരെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മളായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയോ നമ്മുടെ ആഗ്രഹത്തിൽ എന്തെങ്കിലും ചെയ്തു കൂട്ടുകയൊന്നും അല്ല, കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ വന്നൊരു സോങ് കൂടെ ഞാൻ പാടി കൺക്ലൂഡ് ചെയ്യാം. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് നന്ദി മാത്രമേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു 7 years ഓൾമോസ്റ്റ് ആവുന്നു കേട്ടോ ഇത്രത്തോളം അവൈലബിൾ ആയിട്ട്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ കർത്താവ് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു വർഷം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടത്, ബ്ലെസ്സൻ, ആർ യു സാറ്റിസ്ഫൈഡ്? നീ തൃപ്തനാണോ? എനിക്ക് ആദ്യം ആ ഒരു ചിന്തയുടെ ആഴം മനസ്സിലായില്ല. പക്ഷേ നമ്മൾ വാക്കുകൊണ്ട് നന്ദി, യേശുവേ നന്ദി എന്നൊക്കെ പറയും. പക്ഷേ വാക്കിലേ ഉള്ളൂ നന്ദി. ഹൃദയത്തിൽ നന്ദി ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു സെൽഫ് എക്സാമിനേഷൻ ഒരു മാർഗമുണ്ട്. ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങൾ തൃപ്തരാണോ? നമുക്ക് പാട്ട് പാടാൻ പറ്റും യേശുവേ നന്ദി എന്ന്. പക്ഷെ നമ്മൾ തൃപ്തരാണോ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് കർത്താവ് നമ്മുടെ ഹൃദയം അറിയുന്നുണ്ട്. ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ, ദൈവം നിങ്ങൾക്ക് തന്ന എഡ്യൂക്കേഷനിൽ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും, ക്യാൻ യു ജസ്റ്റ് ലുക്ക് ബാക്ക് ആൻഡ് സേ ലോർഡ് ഐ താങ്ക് യു ആൻഡ് ഐ എം കണ്ടന്റ്, ഐ എം സാറ്റിസ്ഫൈഡ്. കർത്താവെ ഞാൻ തൃപ്തനാണ്.
തൃപ്തനാണ്. എൻ്റെ ലൈഫിൽ കർത്താവ് അതെന്നെക്കൊണ്ട് ഈ ദിവസങ്ങളിൽ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവ് ഒരു പാട്ട് തന്നു, നാഥ നന്ദി, നന്ദിയോടെ ആരാധിക്കാം. നമുക്ക് ആ വാക്കുകളൊന്ന് പാടാം. മനസ്സ് തുറന്ന് കർത്താവിന് നമുക്ക് നന്ദി പറയാം. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. നന്ദി യേശുവേ, നന്ദി നന്ദി യേശുവേ. ഒന്ന് ചേർന്ന് നന്ദി നന്ദി യേശുവേ. അപ്പാ നന്ദി യേശുവേ. നന്ദിയോടെ ആരാധിക്കാം. നന്ദിയോടെ ആരാധിക്കാം നല്ലവനെ, ആരാധിക്കാം നന്ദിയോടെ. ജീവിച്ചിടാം യേശുവിനാ, ജീവിച്ചിടാം. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. നന്ദി യേശുവേ, നന്ദി യേശു, നന്ദി യേശുവേ. ഇതുവരെ നടത്തിയ എല്ലാ പാതകളിലും അവിടുന്ന് കൈപിടിച്ച് നടത്തി, വേണ്ടതെല്ലാം തന്നു തൃപ്തനാക്കിയ നല്ല ദൈവത്തെ നാഥ ഞാൻ തൃപ്തനാണ് ഈ നല്ല ഭവനത്തിൽ നിൻ സേവ ചെയ്തിടുവാ. യേശുവേ ഇനിയുള്ള നാളിൽ യേശുവേ നീ മതിയേ, നിൻ സ്നേഹം മാത്രം മതിയേ. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. പാടാനും പറയാനും പുകഴാനും യേശു മാത്രം. നന്ദി യേശുവേ. മനസ്സ് തുറന്നു നന്ദി യേശുവേ. Thank you, Lord. Thank you. Hallelujah. Thank you, Jesus. Hallelujah. ഒത്തിരി കോൺഫറൻസസ്, അതുപോലെ കൺവെൻഷൻ, സൂം പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം താങ്കൾ ശുശ്രൂഷിക്കുന്നു. അത്തരം മീറ്റിങ്ങുകൾക്ക് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ആ തയ്യാറെടുപ്പ് എങ്ങനെയാണെന്ന് ഒന്ന് വിവരിക്കാമോ? അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രിപ്പറേഷൻ ആൻഡ് മേ ബി പ്രൊഫഷണൽ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്നൊന്ന് ഞങ്ങളോടൊന്ന് വിശദീകരിക്കണം. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുമ്പോൾ നിശ്ചയമായിട്ട് ഞാൻ വളരെ ഫ്രാങ്കായിട്ട് ഓപ്പണായിട്ട് പറയാം. പ്രെയർ ലൈഫിലോ ഒക്കെ അല്ലെങ്കിൽ പേഴ്സണൽ ടൈമിലൊക്കെ അധികം ടൈം എടുക്കാൻ പറ്റാത്ത ഒരു ഓട്ടം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. തുറന്നു പറയാം. കർത്താവിൻ്റെ വലിയ കൃപ ഞാൻ ആ സമയത്തും അനുഭവിച്ചു. പക്ഷേ ഈ യാത്രകളിലൊക്കെ അവിടുത്തെ പ്രസൻസ് നമ്മളെ ലീഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മളോട് മിണ്ടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കത് മനസ്സിലാവും. നമുക്ക് വളരെ
ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ശുശ്രൂഷയിൽ ലൈഫിൽ ഏറ്റവും. അത് ഞാൻ ഈ പറയുമ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഹോസ്പിറ്റൽ വാർഡിലായിരിക്കുന്നവരുണ്ട്, അതുപോലെ മിനിസ്ട്രിക്ക് വേണ്ടി എൻഗേജ്ഡ് ആവുന്നവരുണ്ട്. നമ്മളെ ദൈവം ഇരുത്തും. പക്ഷേ ഇരുത്തുന്ന ആ സമയം മാത്രമല്ല, ഓൾ ദ ഡേ ലോങ് നമ്മളോട് ഇങ്ങനെ മിണ്ടുന്നതാണ് അപ്പായുടെ ഏറ്റവും ഇഷ്ടമുള്ള നേച്ചർ. അവിടുന്ന് നമുക്ക് ഗൈഡൻസ് തരുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ മീറ്റിങ്ങുകളായാലും കർത്താവിൻ്റെ കൃപയാലാണ് നമുക്ക് ദൈവം ഓരോ ആലോചനകൾ തരുന്നത്. ചിലപ്പോൾ അത് വിഷൻസിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ അത് കർത്താവ് ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മളോട് കണക്ട് ചെയ്യും, ദൈവം പറയാൻ ആഗ്രഹിക്കുന്നതും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ. ഞാൻ കൂട്ടുകാരോടായതുകൊണ്ട് 1-2 രസകരമായ അനുഭവങ്ങൾ പറയാം. കോൺഫറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ആദ്യമായിട്ട് ഒരു മെയിൻ കോൺഫറൻസിന് യാത്ര ചെയ്ത സമയത്ത് ഈ ഫ്ലൈറ്റിൽ ജെറ്റ് ലാഗ് കാരണം ഭയങ്കരമായിട്ട് ടയേർഡായി. ചെന്നിറങ്ങി ഉറങ്ങാൻ പറ്റിയില്ല, നെക്സ്റ്റ് ഡേ ഉറങ്ങാൻ പറ്റിയില്ല. സോ ചെന്ന് കഴിഞ്ഞൊരു വിത്തിൻ 48 hours മീറ്റിംഗ് സ്റ്റാർട്ടായി. എനിക്ക് ശുശ്രൂഷിക്കേണ്ട ടൈമായി. പക്ഷേ എൻ്റെ സെഷൻ ആരംഭിക്കുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുമ്പ് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഓഫായി. ഞാൻ റൂമിൽ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് ഞാൻ റെസ്റ്റ് ചെയ്യുന്നത്. അവിടെ ചെന്നത് മാത്രം ഓർമ്മയുണ്ട്, പക്ഷേ പിന്നെ ഭയങ്കരമായിട്ട് ഡീപ്പ് സ്ലീപ്പായി. അതായത് ഡീപ്പ് സ്ലീപ്പായെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അലാം മിസ് ചെയ്തു, എഴുന്നേറ്റ് റെഡി ആവുന്ന മിസ് ചെയ്തു. കറക്റ്റ് മീറ്റിങ്ങിന് ഒരു 10-15 മിനിറ്റ്സ് ഉള്ളപ്പോൾ എൻ്റെ കൂടുള്ളൊരു ഫ്രണ്ട് അവിചാരിതമായിട്ട് ഇമ്മാനുവൽ കയറി വന്നു. ഞങ്ങൾ ഒരുമിച്ച് അന്ന് യാത്ര ചെയ്ത സമയം തട്ടി എഴുന്നേപ്പിച്ച്, അച്ഛാ എന്താ ഉറങ്ങുന്നേ? ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ താഴെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്, വലിയ കോൺഫറൻസ് ആണ്. ഞാൻ പറയുന്നില്ല, കൂട്ടുകാരോടായതുകൊണ്ട് മാത്രം ഈ അനുഭവം പറയാം. ഞാനിങ്ങനെ ഉടുപ്പെടുത്തിട്ടു, ഒരു കയ്യിലൊരു കപ്പ് ചൂടുവെള്ളം പിടിച്ചു, ബൈബിളും പിടിച്ചിങ്ങനെ താഴോട്ടിറങ്ങുക. ഞാൻ കർത്താവിനോട് പറയാം, സോറി കർത്താവേ, ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഓപ്പണായിട്ട് കേൾക്കണേ. അന്ന് ആ പ്ലാറ്റ്ഫോമിനടുത്ത് മുട്ടുകുത്തി ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങ് ചെയ്യണം. ഇതെൻ്റെ എക്സ്ട്രീം അനുഭവമാണ് പറയുന്നത്. പക്ഷേ അന്നത്തെ മീറ്റിങ്ങിൽ കർത്താവ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. കാരണം വലിയ കോൺഫറൻസിനും വലിയ മീറ്റിങ്ങിനും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പ്ലാൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അന്ന് പ്ലാൻ ചെയ്തതെല്ലാം കർത്താവ് അങ്ങ് ഓഫാക്കി. ആവശ്യമില്ലാത്ത വാക്കുകളും നമ്മളെക്കുറിച്ചുള്ള വാക്കുകളും, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിനിസ്റ്റർ ചെയ്യുമ്പോൾ യേശുവിനേക്കാളും കൂടുതൽ നമ്മളെക്കുറിച്ച് പറയാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള പ്ലാനാണ്. ദൈവം ചില സമയങ്ങളിൽ നമ്മളെ ഇങ്ങനെ ഒന്ന് നിർത്താൻ ആഗ്രഹിക്കും. ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്. പക്ഷെ അന്ന് എന്നെ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു, ബ്ലെസ്സൻ, ഐ ജസ്റ്റ് നീഡ് യു ആസ് എ വെസൽ ടു ക്യാരി മൈ ഗ്ലോറി. കർത്താവിൻ്റെ അഭിഷേകത്തെ നമ്മൾ വഹിക്കുന്ന ഒരു പാത്രമായി. ദാറ്റ്സ് ഓൾ. കർത്താവ് നമ്മളോട് മിണ്ടുന്നു, കർത്താവ് നമ്മിലൂടെ പാടുന്നു, പറയുന്നു എന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് പുകഴാനൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളിലെല്ലാം പിന്നീട് പ്രിപ്പയറായിട്ട് പോകുമ്പോഴും ലാസ്റ്റ് മിനിറ്റ് വരെയും ഐ ജസ്റ്റ് വാണ്ട് ടു കീപ് ഇറ്റ് ഓപ്പൺ ഫോർ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ടു മൂവ് ആൻഡ് ടു ഗീവ് മീ എ ഗൈഡൻസ്. അങ്ങനെ ഒരു സോങ് ലിസ്റ്റ് പറ്റത്തില്ല. പലപ്പോഴും എൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്ന മ്യൂസീഷ്യൻസിന് അറിയാം, അവർ ജസ്റ്റ് ആ കോഡ്സിൽ നിൽക്കാന്നല്ലാതെ ഐ ഡോണ്ട് നോ. കർത്താവ് നമ്മളെ നയിക്കുന്നതാണ് നമ്മുടെ ലിസ്റ്റ്, നമ്മുടെ പ്ലാൻ. ഇപ്പോഴും അങ്ങനെ തന്നെ പോകാൻ ഞാൻ പലരോടും ഷെയർ ചെയ്യുമ്പോഴെല്ലാം പറയാറുണ്ട്, കൂട്ടുകാർ, യു നീഡ് പ്രാക്ടീസ്, യു നീഡ് പ്രിപ്പറേഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം മക്കളുമാർക്ക് ദൈവാത്മാവിൻ്റെ നടത്തിപ്പിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ അത് അത്രയും വിജയമായിരിക്കും. ഞാനിത് പ്രീച്ച് ചെയ്യുന്നവരോടും കൂടെ ഞാനിത് ഷെയർ ചെയ്യുകയാണ്. എന്നെക്കാളും മുതിർന്നവരെന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി ഒന്ന് ഫ്രീ ആയാൽ നമ്മളെ അവിടുന്ന് നടത്തും കേട്ടോ. അതിൽ ധൈര്യമാണ്. നമുക്കിന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു യാത്രക്കിടെ കർത്താവ് എനിക്ക് തന്നൊരു പാട്ടും കൂടെ ഞാൻ പാടാം. യേശുവെ, അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശു വേണം എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എന്നെ അങ്ങ് അയക്കുന്നിടത്തെല്ലാം യേശു വേണം, അധികമായി വേണം. As you listen this testimony, just make it a prayer, Lord, I need you.
More than ever I need you. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ യേശുവെ, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സ് തുറന്നേ. യേശുവേ, അങ്ങേ കൂടാതൊന്നും എനിക്കു ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങില്ലാതെ ഈ ആയുസ്സിൽ ആവില്ലനേക്കു പ്രിയനേ. യേശു വേണം, യേശു വേണം എൻ ജീവിതത്തിൽ. യേശു വേണം ഓരോ നിമിഷവും. യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ. വേണം, യേശു വേണം, യേശു വേണം എൻ ജീവിതത്തിൽ. യേശു വേണം ഓരോ നിമിഷവും. യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ. വേണം. അപ്പൊ അങ്ങ് കൂടുള്ളതാണ് ഞങ്ങളുടെ ധൈര്യം. രോഗക്കിടക്കയിലും എന്നെ അനാഥനായി വിടാത്ത നല്ല യേശു എന്നോട് കൂടെ ഉണ്ടെന്ന് ധൈര്യമായി വിശ്വസിച്ച് ശുശ്രൂഷയിൽ കർത്താവ് ചിലരെ ധൈര്യപ്പെടുത്തും. സ്വസ്ഥമായിരിക്കും, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഉള്ളം കലങ്ങും നേരത്ത് ഉള്ളതുപോ അറിഞ്ഞിടും. ഉള്ളം കയ്യിൽ വരച്ചവൻ തള്ളാതെ എന്നെ താങ്ങിടും. യേശു വേണം എൻ ജീവിതത്തിൽ. യേശു വേണം ഓരോ നിമിഷം, ഓരോ നിമിഷവും. യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ. വേണം, യേശു വേണം, യേശു വേണം എൻ ജീവിതത്തിൽ. യേശു വേണം ഓരോ നിമിഷവും. യേശു വേണം എന്നന്ത്യം വരെ പ്രിയനേ. വേണം, യേശു വേണം, യേശു വേണം. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട, അസ്വസ്ഥമാകേണ്ട. യേശുവിൽ ജീവിച്ചാൽ മതി. താതൻ്റെ സാന്നിധ്യം മതി. അതേത് നിമിഷവും, ഒരു ശുശ്രൂഷയിലായിക്കോട്ടെ, യാത്രകളിലായിക്കോട്ടെ, വീട്ടിലായിരിക്കുമ്പോഴും കൂട്ടുകാർ വിശ്വസിച്ച് യേശുവിൽ ജീവിച്ചാൽ മതി. യേശുവിൽ ജീവിച്ചാൽ മതി. താതൻ്റെ വാത്സല്യം മതി. മൃത്യു വന്നാലും
ഭാഗ്യമേ നിത്യതയിലും മോദമേ. യേശു മാത്രം മതി എൻ ജീവിതത്തിൽ, യേശു മാത്രം മതി ഓരോ നിമിഷവും, യേശു മാത്രം മതി എന്നന്ത്യം വരെ. പ്രിയനേ മതി, യേശു മതി എനിക്ക്, യേശു മാത്രം മതി എൻ ജീവിതത്തിൽ, യേശു മാത്രം മതി ഓരോ നിമിഷവും, യേശു മാത്രം മതി എന്നന്ത്യം വരെ. പ്രിയനേ മതി. യെസ്. താങ്ക് യു അച്ഛാ. ഹാലലൂയ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്ന യോഹന്നാൻ സുവിശേഷം 15:4 പറയുന്ന പോലെ neither you can bear fruit unless you remain in me. Hallelujah. Thank you Acha for this wonderful testimony and experience you have shared. ഞാൻ അച്ഛനെ റിസർച്ച് ഫെലോ ആയിട്ട് ആയിരുന്ന സമയത്തേക്കുള്ള ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛനെ റിസർച്ച് I think you did research on community health. So ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസർച്ച് നടത്തിയപ്പം അച്ഛന് ഹൗ ക്യാൻ വി ലൈക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ, നമ്മൾ ക്രിസ്ത്യൻസിന്, ഹൗ ക്യാൻ വി ബി an ambassador of Christ inside the community? So you know. താങ്ക് യു. എനിക്ക് ആ ഒരു വിഷനും ഒരു ഗൈഡൻസും ഒക്കെ തന്നത് മെയിൻലി CMC വെല്ലൂരുള്ള എൻ്റെ ലൈഫാണ്. അവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അവിടുത്തെ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ നറിഷ് ചെയ്യുകയും ഈ പറഞ്ഞ തീമിൽ നമ്മളെ ഒത്തിരി ഇഗ്നൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈമിലാണ് ഞാൻ അവിടെ ആയിരുന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ ആ ഫസ്റ്റ് വർക്ക് ചെയ്തൊരു MPH കഴിഞ്ഞ് ട്യൂബർക്ലോസിൻ്റെ പ്രോഗ്രാമിൽ യാത്ര ചെയ്യുന്ന സമയത്തും ഡ്യൂട്ടിയോടുള്ള ബന്ധത്തിലെല്ലാം എനിക്ക് മനസ്സിലായി we can definitely influence community through our deeds more than our words. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നു, മെഡിക്കൽ പ്രൊഫഷണൽസ്, നേഴ്സസ്, കഴിഞ്ഞ ദിവസം ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ആയിരുന്നല്ലോ. ഒത്തിരി നേഴ്സുമാർ നമുക്കുണ്ട്, നമ്മുടെ ഫാമിലീസിലുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം കർത്താവിന് പകരമായി അവർ ആളുകളെ തൊടുന്നു. അവരുടെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യമാണ് ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. സോ ഡെഫിനറ്റ്ലി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകൾക്ക് അതുപോലെ പ്രാധാന്യമുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, മേ ബി ലൈക്ക് നമുക്ക് എഡ്യൂക്കേഷനിലൂടെ, ചാരിറ്റിയിലൂടെ, ഹെൽത്ത് വർക്കിലൂടെ ഒക്കെ നമ്മുടെ, എനിക്ക് തോന്നുന്നു ചർച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഇവാഞ്ചലിസം ഒരു സ്പെസിഫിക് രീതി മാത്രമാണ് പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിൽ യേശു കർത്താവിനെക്കുറിച്ച് അറിയുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ മദർ തെരേസയെ പറ്റി അറിയുന്നു. അപ്പോൾ ആ ലൈഫ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ത്രൂ അവർ ലൈഫ് യേശു കർത്താവിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്ക് ഏരിയ ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഓൾ അപ് ടു യുവർ കോളിംഗ്. നിങ്ങളുടെ ആ ഗൈഡൻസ് പോലെ തന്നെ നിൽക്കണം കേട്ടോ. കാരണം അതുപോലെ പാഷനേറ്റ് അല്ലാത്തവർ മടുത്തു പോകും, ക്ഷീണിച്ചു പോകും. അതുപോലെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരിടമുണ്ട്. നമ്മൾ ഒരു ഭയങ്കര എക്സൈറ്റഡായി ചാടി എനിക്ക് ഇന്നാളെപ്പോലെ ആകണമെന്ന് വിചാരിച്ചാലൊന്നും സക്സസ്ഫുൾ ആവുന്നതല്ല ഈ മിഷൻ. കർത്താവ് വ്യക്തമായി നമ്മളെ ഗൈഡ് ചെയ്യും.
അതിനുള്ള അനോയിൻറ്റിങ്, അതിനുള്ള ഗൈഡൻസ്, വിസ്ഡം, ട്രെയിനിങ് എല്ലാം തരും. അപ്പോൾ അങ്ങനെ ഒരു ദൈവം നിങ്ങളെ അസൈൻ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ പ്രയോജനപ്പെടാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മെഡിക്കൽ പ്രൊഫഷൻസിൽ മാത്രമല്ല കേട്ടോ, എൻജിനീയറിങ്, മറ്റ് സ്ട്രീമിലുള്ളവർക്കൊക്കെ മിഷനിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ബീഹാറിലുള്ള ഡോക്ടർ എബി സാർ എപ്പോഴും പറയും, സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ്, എൻജിനീയറിങ് കഴിഞ്ഞ ഒത്തിരി പേര് അവിടെ മിഷൻ ഫീൽഡിൽ അവരുടേതായി അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി മേഖലകളുണ്ട്. എസ്പെഷ്യലി ഇത് മീഡിയയുടെ ടൈമാണ്. നിങ്ങൾ ദൈവം തന്ന ടാലൻ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഡിസൈനിങ്ങിലായിരിക്കാം, മറ്റ് പല മേഖലകളായിരിക്കാം. ഒരു രീതിയിലും റെസ്ട്രിക്റ്റഡ് അല്ല. മിഷൻ എന്നത് വളരെ ഓപ്പണാണ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് മാത്രം റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി നിങ്ങളുടെ പ്രൊഫഷനിലുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രേറ്റ് ഡോർ ഫോർ ഇവാഞ്ചലിസം. നിങ്ങൾ അതിൽ വിശ്വസ്തരായിരിക്കുക. ചിലയിടങ്ങളിൽ ദൈവം നിങ്ങളെ ഫിസിക്കലി കൊണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ അല്ലായിരിക്കും, പക്ഷേ യു നീഡ് ടു ബി ദെയർ ഫോർ എ വൈൽ. ചില സിറ്റീസിൽ, ചില വില്ലേജസിൽ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ആ കരിയറൊക്കെ വിട്ടിട്ട് പോകണമെന്നൊക്കെ. പക്ഷെ നോ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ അസ്വസ്ഥമാവുന്നുണ്ടെങ്കിൽ യോ ജസ്റ്റ് ഫിസിക്കൽ പ്രസൻസ് ഇൻ ദാറ്റ് പ്ലേസ്, ഇൻ ദാറ്റ് ഹോസ്പിറ്റൽ റൂം, ഇൻ ദാറ്റ് അപ്പാർട്ട്മെൻറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രേറ്റ് ടെസ്റ്റിമണി. സ്റ്റേ ദെയർ, സ്റ്റേ ഫെയ്ത്ത്ഫുൾ അൺലെസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ആസ്ക് യു ടു മൂവ്. കർത്താവ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നവരെ വിശ്വസ്തരായിരിക്കുക. ദൈവം വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 4:4. ഫിലിപ്പിയർ 4:5 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ എന്നെ അത് ഒത്തിരി സർപ്രൈസ് ചെയ്തു. കർത്താവ് വരാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. പക്ഷേ സഭയോട് ദൈവം പറയുക, ലെറ്റ് യുവർ ജെന്റിൽ സ്പിരിറ്റ് ബി നോൺ ടു ഓൾ മെൻ. നിങ്ങളുടെ പ്രസംഗം എല്ലാം മനുഷ്യർ അറിയട്ടെ എന്നല്ല, നിങ്ങളുടെ സൗമ്യത എല്ലാം മനുഷ്യർ അറിയട്ടെ. ത്രൂ യുവർ വർക്ക്, ത്രൂ യുവർ ക്യാരക്ടർ, ദ ഹോൾ വേൾഡ് വിൽ come to know about Jesus Christ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അതാ കർത്താവിൻ്റെ ഹൃദയം. ഒരുപക്ഷെ നമ്മുടെ ചെറുതായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലായിരിക്കാം, നിങ്ങളുടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കാം, ചെറുതും വലുതും എല്ലാം മിഷനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുക. ദൈവം ആ ഒരു ഹാർട്ട് നിങ്ങൾക്ക് തരും. ചോദ്യത്തിൽ നിശ്ചയമായിട്ട് നിൽക്കുമ്പോൾ എനിക്കറിയില്ല ടൈം പെർമിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. എസ്പെഷ്യലി ഹെൽത്ത് വർക്കേഴ്സിന് വേണ്ടി ഞാനൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. കാരണം നമ്മളെല്ലാം ഈ ക്യാൻഡിൽ ലൈറ്റ് ഫങ്ഷനൊക്കെ കഴിഞ്ഞാൽ പലപ്പോഴും കോൺവക്കേറ്റ് ചെയ്യുന്നത്, ഗ്രാജുവേറ്റ് ചെയ്യുന്നത്, മെഡിക്കൽ പ്രൊഫഷനിലായാലും പലപ്പോഴും എരിഞ്ഞ് തീരാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സോങ് ദൈവം എനിക്ക് തന്നു. നിറദീപമായി നമ്മളെ തീർത്ത യേശുവിന് വേണ്ടി ഈ ചെറിയ ആയുസ്, നമ്മളൊക്കെ പലപ്പോഴും പറയത്തില്ലേ ഒരു കൈത്തിരി പോലെ കത്തണമെന്നൊക്കെ. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളുടെ ആ ആഗ്രഹം സാധിപ്പിക്കും. ഇതൊരു പ്രെയറാണേ. മനസ്സ് തുറന്ന് കേൾക്കുക. ഇപ്പോൾ ഈ പാടുന്ന പാട്ടുകളെല്ലാം മിക്കതും യൂട്യൂബിൽ ചാനലിലുണ്ട്. യു ക്യാൻ ലിസൺ ഇറ്റ് അഗെയിൻ. ഞാൻ കുറച്ച് ഭാഗം മാത്രം ഒന്ന് പാടാം. നിറദീപമായി എന്നെ തീർത്ത യേശുവേ, എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കായി. നിറദീപമായി എന്നെ തീർത്തവൻ, ഇരുൾ നീക്കി ഒളിയെ തന്നവനെ, നിറദീപമായി എന്നെ തീർത്തവനെ, ഇരുൾ നീക്കി ഒളിയെ തന്നവനെ. പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവമേ, പുകഴാനായി ഒന്നുമില്ലി മൺചിരാതി. പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവമേ, പുകഴാനായി ഒന്നുമില്ലി മൺചിരാതി. എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കാ, എരിവോടെ അന്ത്യം വരെ. എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കാ, എരിവോടെ അന്ത്യം വരെ. ഇനിയില്ല ഞാൻ, സർവം യേശു മാത്രം.
അപ്പാ ഇനിയില്ല ഞാൻ, സർവം യേശു മാത്രം. ചാരം മൂടിയൊരായുസ്സിനെ തീക്കനലായി തീർത്തു ദൈവസ്നേഹം. ചാരം മൂടിയൊരായുസ്സിനെ തീക്കനലായി തീർത്തു ദൈവസ്നേഹം. ആശ്ചര്യമേ ഇതു ഞാൻ തന്നെയോ നാഥ, എന്തു കണ്ടു ഇത്ര പ്രഭയേകുവാൻ. ആശ്ചര്യമേ ഇതു ഞാൻ തന്നെയോ നാഥ, എന്തു കണ്ടു ഇത്ര പ്രഭയേകുവാൻ. എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കാ, എരിവോടെ അന്ത്യം വരെ. എരിഞ്ഞു തീരട്ടെ ഞാൻ നിനക്കാ, എരിവോടെ അന്ത്യം വരെ. യെസ്, നമുക്കത് മാത്രം ആഗ്രഹിക്കാം. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം, അത് കമ്മ്യൂണിറ്റി ഹെൽത്തിലായിക്കോട്ടെ, ശുശ്രൂഷയിലായിക്കോട്ടെ, എവിടെ ആയാലും കർത്താവ് നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കും. ആമേൻ. Hallelujah. We were blessed with your answers. അച്ഛാ, അച്ഛനൊരു വർഷിപ്പറാണ്, ഒരു സോങ് റൈറ്ററാണ്, ആൻഡ് യു ആർ എ പ്രീച്ചർ. അങ്ങനെ ഒത്തിരി മേഖലയിലേക്ക് ദൈവം ആ മിനിസ്ട്രി എക്സ്പാൻഡ് ചെയ്യുന്നു, ഇനിയും എക്സ്പാൻഡ് ചെയ്യട്ടെ. അതിനോടൊപ്പം തന്നെ ഡോക്ടർ ബിൻസിയുടെ കൺട്രിബ്യൂഷനും സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഓക്കെ, ഞങ്ങളെപ്പോലുള്ള യങ് കപ്പിൾസിനും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് മിക്കവാറും എല്ലാവരും പ്രൊഫഷൻ്റെ കൂടെ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതാണ്. അല്ലാതെ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. സോ അങ്ങനെയുള്ളവർക്ക് താങ്കൾക്ക് നൽകുവാനുള്ള താങ്കളുടെ ജീവിതാനുഭവം എന്താണ്? ബിൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ബിൻസി ഇവിടെ അടുത്ത് താഴെ തന്നെ ഉണ്ട്. ഇവിടെ ഓടി നടക്കുന്ന വേറെ 2 പേരും കൂടെ ഉണ്ട്. അവരെ മാനേജ് ചെയ്യുന്ന ഒരു വലിയ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കണം, മിഷേലും ഗബ്രിയലും. ബിൻസി റെസിഡൻസി കഴിഞ്ഞിപ്പോൾ ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കർത്താവ് നമ്മളെ ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ കൃപ തരുന്നു. നിശ്ചയമായിട്ട് ഫാമിലി ലൈഫിൽ കർത്താവ് നമുക്ക് ശുശ്രൂഷയിൽ ഒരു ടേക്ക് പാർട്ട് ചെയ്യാൻ തരുന്ന ഒരു വലിയ ഓണറാണ്, ഒരു വലിയ പ്രിവിലേജാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കപ്പിൾസ് ഉള്ള നിലയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈ ഒരുപക്ഷെ സ്ട്രഗിൾ ചെയ്യുന്നതെന്നൊക്കെ തോന്നുന്നൊക്കെ വരുന്ന ദിനങ്ങളിൽ, തലമുറകളിൽ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ദിനങ്ങളിലൊക്കെ അത് വിറ്റ്നസ് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ പ്രൊഫഷനോടുള്ള ബന്ധത്തിൽ എന്നെ കേൾക്കുന്ന കപ്പിൾസ്, എൻ്റെ കൂട്ടുകാർ, അനിയന്മാർ ഒക്കെ, ഇന്ന് ഞാനിത് പറയുമ്പോൾ കർത്താവ് നമ്മളെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ ഒത്തിരി കൃപ തരും കേട്ടോ. കർത്താവിൻ്റെ കൃപ ഒത്തിരി ആവശ്യമാണ്. നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധമാണ് നമ്പർ 1. യെസ്, അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെല്ലാം. ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു പ്ലേസ് യുവർ ഫാമിലി ലൈഫ് അലോങ് വിത്ത് ദാറ്റ്. കർത്താവുമായിട്ടുള്ള ബന്ധം, അത് കഴിഞ്ഞ് നമ്മുടെ ഫാമിലി ലൈഫ്, അതിനും താഴെയുള്ളൂ ഈ ശുശ്രൂഷയുടെയും ജോലിയുടെയൊക്കെ ദൗത്യങ്ങൾ. ബാക്കിയെല്ലാം ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് പിന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളാണ്. പക്ഷേ നമ്മളുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തോടൊപ്പം നമുക്ക് ദൈവം തന്ന ഒരു ബ്ലെസ്സഡ് കമ്മിറ്റ്മെൻ്റാണ് നമ്മുടെ ഫാമിലി ലൈഫ്. അത് നമുക്ക് അങ്ങനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് ദൈവം അധികം കൃപ തരണം. അത് കൃപയില്ലാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ പ്രയോറിറ്റിയൊക്കെ തിരിയും. ജോലിയുടെ സ്ട്രഗിൾ വരും, മിനിസ്ട്രിയുടെ സ്ട്രഗിൾ വരും. അപ്പം നമുക്ക് ചിലപ്പം പ്രാധാന്യം മറ്റു പലതിനും ആണെന്ന് തോന്നും. പക്ഷെ കർത്താവ് കൃപ തരും. ഈ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്നത് മനസ്സിലൊന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. ഞാനും ഈ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ മെൻറ്റേഴ്സ് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ
പ്രായമുള്ള ദേവദാസന്മാരെല്ലാം ഒരു ഫോക്കസ് ചെയ്യാൻ തരുന്നൊരു ഓർഡറാണിത്. ഫസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, യുവർ ഫാദർ. ദെൻ മേക്ക് ഷുവർ ദാറ്റ് യുവർ ഫാമിലി ലൈഫ് is having a blessed time. കർത്താവ് അത് കഴിഞ്ഞേ നമ്മൾ ബാക്കിയുള്ള പെയിനൊക്കെ ഏൽപ്പിക്കത്തുള്ളൂ. അങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രീ ആവും കേട്ടോ. ചിലപ്പോൾ ചിലതൊക്കെ ചെയ്യാൻ പറ്റില്ലെങ്കിലും സാരമില്ലെന്നേ, ചിലപ്പം ചിലതൊക്കെ മാറ്റി വെച്ചാലും സാരമില്ല. പക്ഷേ ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ്, ഇഫ് യു ആർ കണ്ടൻറ്റ്, ഇഫ് യു ആർ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ് ഫോർ ദ ഫാമിലി ലൈഫ്, യുവർ മേ ബി ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന പേരൻസ്, നിങ്ങളെ ആ ടൈമിൽ ദൈവം ആക്കിയിരിക്കുന്നത് അതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ടൈമാണ്. യേശു കർത്താവ് 12-ാം വയസ്സ് തൊട്ട് പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിരുന്നു. ദേവാലയത്തിൽ ചെന്ന് യേശു കർത്താവ് സംസാരിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 30 വയസ്സ് വരെ ഞാനിങ്ങനെ മനസ്സിലാക്കുന്ന വയസ്സിനല്ല പ്രാധാന്യം, മേളിൽ നിന്നൊരു ഗ്രീൻ സിഗ്നൽ കിട്ടുന്നത് വരെ കർത്താവ് ഈ ഭൂമിയിൽ അടങ്ങി ആ ഭവനത്തിൽ ജോസഫിൻ്റെ മേരിയോടൊപ്പം ആ ഭവനത്തിലായിരുന്നു എന്നുള്ളത് യങ്സ്റ്റേഴ്സ് നമുക്ക് ഏറ്റവും മാതൃകയാണ്. ഒരിക്കലും ഡിസ്റ്റർബ്ഡ് ആവല്ല. വേറൊരാൾ ആവുന്ന പോലെ എനിക്കാവാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എപ്പോഴും ഈ വീട്ടിനകത്ത് കൂട്ടിനകത്ത്. നോ, കർത്താവിനൊരു ടൈമുണ്ട്. കർത്താവ് നിങ്ങളെ പുറത്ത് കൊണ്ടുവരും. നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടൈമിൽ കർത്താവ് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങളുടെ ഫാമിലി ലൈഫിലൂടെ ആയിരിക്കാം. മേ ബി കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷ നിങ്ങളാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരഭിഷിക്തനെ നിങ്ങളുടെ പൈതലായി വളർത്തിയെടുക്കാൻ പറ്റിയാൽ അപ്പമാരൊക്കെ കേട്ടെ, നിങ്ങളാണ് ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്ലാറ്റ്ഫോമിലല്ല നമ്മൾ ശുശ്രൂഷ അസസ് ചെയ്യേണ്ടത്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നിങ്ങളെ വ്യക്തിപരമായും കുടുംബപരമായിട്ടും ഒക്കെ ഈ മിനിസ്ട്രിയിൽ കണക്ട് ചെയ്യും, പ്രാർത്ഥനയിൽ കണക്ട് ചെയ്യും. അധികമായിട്ടത് പ്രയോജനമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യെസ്, താങ്ക് യു അച്ഛ. അവസാനമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ഒരു മേ ബി ഇറ്റ് കുഡ് ബി എ വെരി സിലി ക്വസ്റ്റ്യൻസ്. ക്രിസ്തീയ ഗാന രംഗത്ത് അച്ചായൻ്റെ പാട്ടിനൊരു യുണീക്നെസ് ഉണ്ട്. അത് നോട്ട് ഓൺലി ലിറിക്സ്, അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡാണെങ്കിലും അതിൻ്റെ വീഡിയോ പ്രൊഡക്ഷൻ, അതായത് അതിൻ്റെ കളർ ടോൺ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അച്ചായൻ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? ഞങ്ങൾ ഇങ്ങനെ അച്ചായനെക്കുറിച്ച് ഇങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ ഞങ്ങൾ പറയുണ്ടായി, അച്ചായന് ബ്ലാക്കും ബ്ലൂവും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? താങ്ക് യു. ഞാൻ എന്തായാലും ഭാഗ്യത്തിന് ഇന്ന് ബ്ലൂ ഷർട്ട് ഇടാഞ്ഞത് കാര്യമായി. കർത്താവിൻ്റെ കൃപയല്ലാതെ തന്നെ ശുഭ ബ്രദർ, കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രം കേട്ടോ. ഒന്നും പ്ലാൻഡായിട്ടോ അങ്ങനെ വലിയ ഇതൊന്നുമല്ല. പക്ഷെ ഒരു ടൈമിൽ കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് സോങ് റൈറ്റിങ്ങിലായിക്കോട്ടെ, അത് പബ്ലിഷ് ചെയ്യുന്നതായിക്കോട്ടെ, അതിൻ്റെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഒന്നും വിശ്വാസത്താലല്ലാതെ ഒന്നും പ്ലാൻഡായിട്ടല്ല, കർത്താവ് കൃപ ചെയ്ത് നടത്തുന്നതാണ്. പിന്നെ എപ്പോഴും മനസ്സിൽ 1-2 കാര്യങ്ങൾ കർത്താവ് ഓർമ്മയെ തരും. അതായത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊരാളെ പോലെ ആവാനല്ല. നമ്മളുടെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യും. നമ്മൾ വേറൊരാളെ പോലെ മിനിസ്റ്റർ ചെയ്യാൻ, വേറൊരാളെ പോലെ ഡ്രസ്സ് ചെയ്യാൻ, വേറൊരാളെ പോലെ ആവാനും പറയാനും എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ ഒരു ഫോഴ്സ് എപ്പോഴും ഉണ്ട്. നമ്മൾ ആ ഒരു ഗോഡ്ലിനെസ് കീപ്പ് ചെയ്യണം. അത് നിങ്ങളുടെ വാക്കിലും എല്ലാറ്റിലും, ഇപ്പോൾ കൂട്ടുകാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാറ്റിലും, ലൈഫിൻ്റെ എല്ലാറ്റിലും ആ ദൈവഭയത്തെ കീപ്പ് ചെയ്യണം. പക്ഷേ നിങ്ങൾ യുണീക്കാണ്. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളത് യുണീക്കാണ്. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് യുണീക്കാണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവം യുണീക്കാണ്. ഞാൻ എങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പാട്ടുണ്ട്. എത്ര പേര് അതിൻ്റെ പ്രാധാന്യം അറിയുമെന്ന് അറിയില്ല. പക്ഷേ പാടാൻ അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കർത്താവിനെ ആരാധിക്കുന്ന ഒരു ഹൃദയമുണ്ടോ, കർത്താവിന് അത് മതി. ഞാനിങ്ങനെ ഒത്തിരി പ്രാവശ്യം പറയാനുണ്ട്, ഇതുവരെ നിങ്ങൾ അതൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ഇറ്റ്. നിങ്ങളുടെ അനുഭവത്തിൽ കർത്താവ് എന്തോ ഒരു പാട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവത്തിൽ തന്നിട്ടുണ്ട്, അത് എഴുതണം. നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ട്, നിങ്ങളുടെ ലൈഫിനൊരു മെസ്സേജ് ഉണ്ട്. വേറെ ആര് പറഞ്ഞാലും ആ മെസ്സേജ് കൺവേ ആവത്തില്ല.
നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടോ, ഇന്ന ആൾ പ്രസംഗിച്ചാലേ ആളുകൾ കേൾക്കത്തുള്ളൂ, അല്ല ഇന്ന ആൾ പാടിയാലേ. നോ നോ നോ, നിങ്ങളുടെ മെസ്സേജ് ഈസ് യുണീക്ക്. അത് നിങ്ങൾ എഴുതണം, നിങ്ങൾ പാടണം. അതുപോലെ കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം ഒരു ക്രിയേറ്ററാണ്, സൃഷ്ടാവാണ്. ആ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളെങ്കിൽ യു ഷുഡ് ഓൾവേസ് ബി ക്രിയേറ്റീവ്. നിങ്ങൾ ക്രിയേറ്റീവ് ആയിരിക്കണം. യെസ്, എത്ര പേർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത് നിങ്ങളുടെ വരയായിക്കോട്ടെ, എഴുത്തായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എല്ലാറ്റിലും കർത്താവ് അത് കൃപ ചെയ്യുക. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അത് ഓരോ പ്രാവശ്യവും കർത്താവ് ഇങ്ങനെ ഒരു തീം തരാറുണ്ട്. ആദ്യ സമയത്ത് ഫോർ ദ ലോസ്റ്റ് എന്നുള്ള, പിന്നെ സ്നേഹിതർക്ക് വേണ്ടി, ആ ഒരു ഇതിലാണ് യേശുവെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ള സോങ് ഒക്കെ വരുന്നത്. അത് ആ ഒരു തീമിനനുസരിച്ച് പിന്നെ ദൈവം ഇങ്ങനെ തോട്ട് പ്രോസസ്സ് തന്നുകൊണ്ടിരിക്കും. ഫോർ ദ നേഷൻ എന്ന് പറഞ്ഞ് എസ്പെഷ്യലി മിഷന് വേണ്ടി ഹിന്ദിയിൽ കുറച്ച് സോങ്സ് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഫോർ ദ ചർച്ച് എന്നുള്ളൊരു തീമിൽ ചർച്ചിനോടുള്ള കുറച്ച് മെസ്സേജസ്, അത് അങ്ങനെ ആ തീമിലായിരിക്കും പിന്നെ ദൈവം സോങ് തരുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം. ഇപ്പോൾ റീസെൻ്റ്ലി കുഞ്ഞുങ്ങളെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഫോർ ദ യൂത്ത് അതിങ്ങനെ സിംഗിൾസായിട്ട് ചാനലിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പം ചില സോങ് ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, കാരണം നമ്മൾ എഴുതുന്ന അവർക്ക് വേണ്ടി ആയിരിക്കണമെന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം യു ആർ റീച്ചിങ് സം അനദർ പേഴ്സൺ. നമ്മൾ ഈ ഭയങ്കര സേഫായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ തന്നെ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ കർത്താവിലൊന്ന് ധൈര്യപ്പെട്ട് കർത്താവ് തരുന്നത് ഒന്ന് പ്രസൻറ്റ് ചെയ്യാനും പറയാനും പാടാനും ഒക്കെ അവിടുന്ന് കൃപ തരും, അവിടുന്ന് ശക്തീകരിക്കും. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം തന്നൊരു പാട്ട്, യേശുവിൻ കൂടുള്ള യാത്ര, ഈ ദിവസങ്ങളിൽ കർത്താവ് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പാടിക്കോട്ടെ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആ സോങ് ദൈവം തന്നപ്പോൾ ഒരു പിക്ചർ ഇങ്ങനെ തന്നു. യേശു കർത്താവ് കൈ പിടിച്ച് നടത്തുന്നൊരു പിക്ചർ. അപ്പോൾ ഒത്തിരി നാൾ മുമ്പ് ബ്രഷ് താഴെ വെച്ചതാണ്. പക്ഷേ ഈ ലോക്ക്ഡൗൺ സമയത്ത് ബ്രഷ് വീണ്ടും എടുക്കാൻ കർത്താവ് പറഞ്ഞു. അത്ര വലിയ വരയൊന്നുമല്ല, പക്ഷേ കർത്താവ് എന്നെ കൊണ്ടത് ചെയ്യിച്ചു. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അത് കാണാൻ പറ്റും. അപ്പോൾ കൂട്ടുകാർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കട്ടെ എന്ന് വിശ്വസിക്കുക. നന്നായിട്ട് വരയ്ക്കുന്ന കൂട്ടുകാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ അപ്പോൾ പാടുന്ന മാത്രമല്ല ഇവിടുത്തെ വിഷയം, നമ്മൾ ഈ ദൈവസ്നേഹത്തെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ ദൈവം നമ്മളിൽ തന്നിട്ടുള്ളതെല്ലാം വിശ്വസ്തയോടെ നമുക്ക് വ്യാപാരം ചെയ്യാം. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമാണ്. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോടു ചേർന്നിരുന്ന ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, എന്നെ ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ, അന്ത്യം വരെ ആ ചുടുമതി. അപ്പാ യേശുവൻ്റെ കൂടെ മതി. ഇരുളേറുമ്പോഴും അവിടുന്ന് കൂടെയുണ്ട്. ധൈര്യമായിരുന്നേ. ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല, തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവലായി. ഒന്നു ഞാൻ
നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ, കൂടെയുണ്ട് കാവലൻ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. ഈ മഹാവ്യാധിയും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോടു ചേർന്നിരുന്ന ഭയമില്ലയേ. ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു ഗൈഡൻസ് എനിക്കുണ്ട്. ഒത്തിരി സ്വപ്നങ്ങളുള്ള, ഒത്തിരി ആഗ്രഹങ്ങളുള്ള, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ഒത്തിരി ദർശനം കർത്താവ് കൊടുത്തത്. ഇനി അതെന്തായി തീരുമെന്ന് അറിയില്ല. ചിലരോട് കർത്താവ് പറഞ്ഞു, മോളെ മോനെ നീ ധൈര്യമായിരിക്കുക. യെസ്, അവിടുത്തെ വരവ് താമസമെങ്കിൽ നിന്റെ ലൈഫിൽ കർത്താവ് അത് ഫുൾഫിൽ ചെയ്യുവാൻ ശക്തനാണ്. മാതാവേ, പിതാവേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഒഴുക്കിയ കണ്ണുനീർ വ്യർത്ഥമായി തീരത്തില്ല. ചില സമയത്ത് എൻ്റെ മോൾ, എൻ്റെ മോൻ എന്തായിത്തീരും, ചിലപ്പോൾ നമ്മുടെ മക്കളെ നമുക്ക് മനസ്സിലാവാൻ ഇച്ചിരി ടൈം എടുക്കും. പക്ഷേ അമ്മ ധൈര്യമായിരുന്നേ. പ്രാർത്ഥനയിൽ കണ്ണുനീര് കൊണ്ട് ആ കുഞ്ഞിനെ മുദ്രയിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ തലമുറ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. അവരായിരിക്കുന്ന ഇടത്ത് സ്വർഗം അവരെ പരിപാലിക്കും. ഇപ്പോൾ തന്നെ പിതാവേ, ഈ നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം കേൾക്കുകയും മനസ്സ് തുറന്ന് അങ്ങയുടെ സാന്നിധ്യം ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിൻ്റെ മക്കൾക്കായി അങ്ങയുടെ പ്രസൻസ് അങ്ങ് റിവീൽ ചെയ്യണേ കർത്താവേ. യെസ് ലോർഡ്, സൗഖ്യമാക്കണമേ. ഇപ്പോൾ രോഗക്കിടക്കയിലായിരിക്കുന്ന ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവേ, അങ്ങ് ഒറ്റയ്ക്ക് വിടുകയില്ല, അങ്ങ് മടുത്തു മാറുകയില്ല, അന്ത്യം വരെ അങ്ങ് കൂടുണ്ടെന്നുള്ള ധൈര്യവും ഉറപ്പും പകർന്നാട്ടെ. പ്രായമുള്ള മാതാപിതാക്കളിൽ അങ്ങ് ആരോഗ്യവും കർത്താവെ പ്രത്യാശയും കൊണ്ട് നിറച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അഭിഷേകത്താൽ നിൻ്റെ മക്കളെ നിറയ്ക്കണമേ. പ്രാർത്ഥനാ മുറികളിൽ മുഴങ്കാലിൽ കാത്തിരിക്കുന്ന അഭിഷിക്തന്മാരെ അങ്ങയുടെ പുതിയ ദൗത്യവുമായി അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. വലിയ പരിശുദ്ധാത്മ സാന്നിധ്യം നിൻ്റെ മക്കളെല്ലാവരും അനുഭവിക്കട്ടെ. അവിടുന്ന് ബ്ലസ് ചെയ്യണം യേശുവിൻ നാമത്തിൽ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇത്രയും സമയം ഞങ്ങളോടൊത്ത് അനുഭവങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കഥകളും ഒക്കെ ഞങ്ങളോട് സംസാരിച്ചതിന് ഒത്തിരി ആയിരിക്കണം. വി വർ സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ അവർ പ്രോഗ്രാം. പേഴ്സണലി സ്പീക്കിംഗ്, യു സ്പോക്ക് എ ലോട്ട് ഓഫ് തിങ്സ് ടു മീ ആൻഡ് ടു അസ് വിച്ച് വാസ് റിയലി ഗ്രേറ്റ്. അപ്പം താങ്ക് യു സോ മച്ച് ഫ്രം ബോട്ടം ഓഫ് അവർ ഹാർട്ട് ആൻഡ് from Lifelight Ministries as well. Thank you very much. May God bless you and use you abundantly in the coming days to come. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദ ക്രൗൺ എന്ന പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 8:30 മുതൽ 9:30 വരെ ഫേസ്ബുക്കിലും യൂട്യൂബിലും സൂമിലും നടക്കുന്നതായിരിക്കും. May God bless you all. Thank you.